അനന്തു, ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ വിചിത്രമായ ഒരു രജിസ്ട്രേഷൻ നടന്നു. നീ ഒരു പത്രക്കാരനാണല്ലോ, ചിലപ്പോൾ നിനക്ക് വല്ല പ്രയോജനം കാണും. എന്താ വിശേഷിച്ച്? 20 ആധാരം ഒറ്റയടിക്ക് രജിസ്റ്റർ ചെയ്തു. തുടർച്ചയായി സർവേ നമ്പറിൽ കിടക്കുന്ന 60 ഏക്കർ സ്ഥലം. 20 പേർ ചേർന്ന് ഒരുമിച്ച് വാങ്ങുന്നതായിരിക്കും. വാങ്ങുന്നത് 20 പേരിൽ തന്നെ, പക്ഷെ പേരിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. വിലാസം 20 പേരുടെയും ഒന്ന് തന്നെയാണ്. അതല്ലേ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ കാരണം. എവിടെയാ പ്രോപ്പർട്ടി? വാട്ടർ ഫ്രണ്ടില്. വാട്ടർ ഫ്രണ്ടിലോ? ആ, നീ പറഞ്ഞു വരുന്നത് ബിനാമി പേരില് ഒരാള് തന്നെ ഈ മൊത്തം പ്രോപ്പർട്ടിയും വാങ്ങിയെന്നാണോ? അതെനിക്ക് അറിഞ്ഞൂടാ. ബോംബെയിലുള്ള ചെമ്പൂരിലാണ് ഈ 20 ബയേഴ്സിന്റെയും വിലാസം. 20 ആധാരവും നടത്തിയത് ഒരൊറ്റ ആളാ. പേരാധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വാങ്ങുന്ന പാർട്ടി നേരിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, 20 പേയ്മെന്റ്സും ബാങ്ക് ഡ്രാഫ്റ്റായിട്ട് ആധാരത്തിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ പല ഭാഗത്തായി തീരപ്രദേശത്ത് ഒരുപാട് സ്ഥലം ഏതോ വൻ പാർട്ടി ആരുടെയൊക്കെയോ പേരിൽ വാങ്ങിക്കൂട്ടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ആ, എങ്കിലും ഉറപ്പിച്ചോ, ഇത് അതിലൊന്ന് തന്നെ. സോമ, നീ എനിക്ക് ഇത് സംബന്ധമായ മാക്സിമം ഡീറ്റെയിൽ സംഘടിപ്പിച്ചു തരണം. ഐ എം ബിഗിനിങ് ടു സ്മെൽ സംതിങ് ഫിഷി. ഡ്രാഫ്റ്റ് എല്ലാത്തിന്റെയും നമ്പർ സീരിയൽ ഓർഡറിലാണ്. 3362 മുതൽ 63, 64, 65, 3383 വരെ. ഇടയ്ക്ക് ഒരെണ്ണം വിട്ടിട്ടുണ്ട്, 3375. മുഴുവൻ ഡ്രാഫ്റ്റ്സും വാങ്ങിയിരിക്കുന്നത് ചെമ്പൂരിലുള്ള കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്നാണ്. നമ്മുടെ ബാച്ചിൽ പഠിച്ചിരുന്ന മോഹനേന്ദ്രൻ കാത്തലിക് സിറിയൻ ബാങ്കിൽ അക്കൗണ്ടന്റാ. ബാക്കി ഡീറ്റെയിൽസ് അവൻ വഴി അവിടുന്ന് സംഘടിപ്പിക്കാം. പെയിൻ സ്ലിപ്സ് ഞാൻ എടുത്തു നോക്കി. 21 ഡ്രാഫ്റ്റും വാങ്ങിയത് ഒരേ കൈയക്ഷരത്തിൽ സ്ലിപ്പ് എഴുതിയിട്ടാണ്. പേര് മാത്രമേ ഉള്ളൂ ബയ്യറുടെ വെവ്വേറെ. അഡ്രസ്സും ഒപ്പം ഒന്ന് തന്നെ. വാട്ട് അബൌട്ട് ഡ്രാഫ്റ്റ് നമ്പർ 3375? ഇതേ ബഞ്ചിൽ തന്നെ പെടുത്തിയാണ് അതും വാങ്ങിയിട്ടുള്ളത്. ദാദർ ട്രസ്റ്റിന് വേണ്ടി ഹോം മിനിസ്റ്റർ വലപ്പാട് ബാലകൃഷ്ണന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പേരിൽ 25 ലക്ഷം രൂപയ്ക്ക്. 25 lakhs? അതെ, പാർട്ടി ഫണ്ടിലേക്കുള്ള ഡൊണേഷൻ ആയിരിക്കും. വല്ലതും ഒപ്പിച്ചു കൊടുത്തതിന്റെ വകയ്ക്ക്. അയാൾ ആരാ വേന്ദ്രൻ? ആ പെയിൻ സ്ലിപ്സിന്റെ എല്ലാം ഓരോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അയച്ചു തരണം. അത് ഞാൻ മാനേജ് ചെയ്യാം. താങ്ക് യു. താൻ നല്ലവണ്ണം ഹോംവർക്ക് ചെയ്തു. അതിന്റെ ഗുണം എഴുതിയതിലുണ്ട്. മന്ത്രി ബാലകൃഷ്ണന്റെ ഭാര്യാ സഹോദരൻ ഹരിദാസ് പ്രധാന പങ്ക് കൈയാളുന്ന ട്രസ്റ്റിലെ സഹകാരികൾ ഏതായാലും അസല്. അന്താരാഷ്ട്ര തലത്തിൽ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള 2 വിദേശികൾ. സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ തത്തിക്കളിക്കുന്ന മറ്റൊരു യോഗ്യൻ. കൊള്ളാം, ബാലന് പറ്റിയ അളിയൻ തന്നെ. 5-ാമൻ റാംജി, ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ബിസിനസ് മാഗ്നറ്റ്, ബോംബെ. അയാൾ മാത്രം ഒരു തരത്തിലും പിടിവരുന്നില്ല സാർ. പല വഴിക്കും തപ്പി നോക്കി, ഒരു ഡീറ്റെയിൽസും എവിടെയും കിട്ടാനില്ല. ഒരു മിസ്റ്ററി ക്യാരക്ടർ പോലെ. Maybe he is the invisible force behind. അദൃശ്യനായ കേന്ദ്രശക്തി. സാരമാക്കണ്ട. ബാക്കിയുള്ളവർ എക്സ്പോസ്ഡ് ആവുമ്പോ അതുണ്ടാക്കുന്ന കോളിളക്കങ്ങൾ അയാളെ താനെ വെളിച്ചത്ത് കൊണ്ടുവരും. ലെറ്റ് us hope so. കേരളത്തിന്റെ 4 വ്യത്യസ്ത ഭാഗങ്ങളിലായി നടന്ന ഏതാണ്ട് സമാനമായ വസ്തുവിടപാടുകളിലെല്ലാം ബാലന്റെ പാർട്ടി ഇതേ ദാദർ ട്രസ്റ്റിൽ നിന്ന് സംഭാവന വാങ്ങിയതായി ലിങ്കപ്പ് ചെയ്യാൻ കഴിഞ്ഞതാണ് അനന്തുവിന്റെ സ്കൂപ്പിലെ ഹൈലൈറ്റ്. നമ്മൾ ഈ മാറ്റർ ശരിയാക്കുന്ന തിരക്കില് നേരം സന്ധ്യയായത് അറിഞ്ഞില്ല, അല്ലേ അനന്തു? അമ്പലത്തിൽ പോകുന്ന സമയത്ത് കാപ്പി എന്ന് പറഞ്ഞ് എന്ത് ബഹളമായിരുന്നു. എന്നിട്ട് കഷ്ടപ്പെട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന തണുപ്പ് ചാറ്റിക്കൊണ്ട് കളയാനല്ല. സോറി. വേണ്ട വേണ്ട, അങ്ങനെ ഇപ്പൊ തണുത്ത് പാട കിട്ടിയ കാപ്പി കുടിച്ച് ആരും ത്യാഗം ചെയ്യണ്ട. സാരില്ല, ഞാൻ വേറെ ചൂട് കാപ്പി കൊണ്ടുവരാം. 1 minute. ദുരുപദിഷ്ടവും അബദ്ധജടിലവും അവാസ്തവികവും രാഷ്ട്രീയ പ്രേരിതവുമാണ് ഈ ആരോപണം. ഞാനത് ശക്തിയായിട്ട് നിഷേധിക്കുന്നു. ഈ വിവാദത്തെ ചൊല്ലി സഭയിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. ഒരു പത്രമാകുമ്പോൾ മാനേജ്മെന്റിന് പല സ്റ്റാൻഡും കാണും. അതൊന്നും അന്വേഷിക്കാതെ എഡിറ്റർ സ്ഥലത്തില്ലാത്തപ്പോൾ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയ മാറ്റർ എടുത്ത് കൊടുത്തത് എന്തിനാ? അദ്ദേഹം വന്നിട്ട് കാണിച്ച് അനുവാദം ചോദിച്ചിട്ട് പോരായിരുന്നോ? സോറി മാഡം, മൂർത്തി സാർ ഓക്കെ ചെയ്ത മാറ്റർ ആയതുകൊണ്ടാ. കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് എന്നെ എന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ? തമ്പുരാട്ടി, പത്രം തറവാട്ട് വക സ്വത്തായിരിക്കും. പക്ഷെ ആ പേരിലുള്ള ഭരണം മേനോൻ വീട്ടിലുള്ളപ്പോ അങ്ങോട്ടെടുത്താ മതി. ഇവിടെ വിളമ്പണ്ട. കൃഷ്ണമൂർത്തി കേരള ഭൂമിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണെങ്കിൽ ഞാൻ ഓക്കെ ചെയ്യുന്ന മാറ്റർ
അത് എത്ര കോൺട്രവേഴ്സിയൽ ആയാലും പത്രത്തിൽ വന്നിരിക്കും. ഞാൻ അവരെ പറഞ്ഞ് സോപ്പിട്ട് സമാധാനിപ്പിച്ചോളാമായിരുന്നു. സോപ്പിടൽ കൂടുതലാവുമ്പോഴാണ് നിലവിട്ട് ഭരിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്. നിങ്ങൾ എന്താ ഈ സ്കൂപ്പിൽ അനന്തുവിന്റെ പേര് കൊടുക്കാഞ്ഞത്? ട്രെയിനി ആയതുകൊണ്ട്, പിന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മാറ്റർ അല്ലേ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് കൊടുക്കാൻ ഭേദമെന്ന് തോന്നി. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഞാനാണ്. പക്ഷെ ഞാനല്ല ഈ സ്കൂപ്പ് കണ്ടെത്തിയത്. ഇതിനു വേണ്ടി രാപകൽ ഓടി അലഞ്ഞ് ഡാറ്റയും മെറ്റീരിയലും കളക്ട് ചെയ്തത് ഇയാളാണ്. അതിന്റെ ക്രെഡിറ്റ് ഇയാൾക്ക് കൊടുക്കുകയും വേണം. അർഹിക്കുന്ന ക്രെഡിറ്റ് കിട്ടാതെ പോകുമ്പോ, അതും ബഡിംഗ് സ്റ്റേജിലുള്ള ഒരു ജേർണലിസ്റ്റിന്, അത് അയാളെ എത്രയാ തളർത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. ആ നൊമ്പരം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അത് സാരമില്ല സാർ, നമ്മുടെ സ്റ്റോറി ശ്രദ്ധിക്കപ്പെട്ടുവല്ലോ. സോറി സാർ. സോറി അനന്തു. അനന്തുവിന്റെ വീടല്ലേ ഇത്? അതെ, ആരാ? സാറോ? വരൂ താത്ത, ഞാൻ சொல்லியா എന്നോட സീനിയർ ഗുരു. ஓ, கிருஷ்ணமூர்த்தி சாரோ? அனந்த் உங்களை பத்தி நிறைய சொல்லியிருக்கான். അത് സാറോட പൊണ്ണ് മീനു. ஆஹா, உள்ள வாங்கோ. വരൂ. கிருஷ்ணமூர்த்தி சார் அனந்தோட குரு. இது சாரோடைய பொண்ணாக்கும் மீனு. மீனுக்கு டான்ஸ் படிக்கணும்னு ரொம்ப நாளா ஆசை. நான் சொல்லலையா? ரொம்ப நாளா வருவான்னு சொல்லிட்டு இருந்தான். ஆ, வாங்க சார் உட்காரலாம். கஸ்தூரி, காஃபி. சரி வாமா, உள்ள வா. அம்மா, ம், எனக்கு நினைவு தெரிஞ்ச நாள்ல இருந்து நீயும் டான்ஸ் கத்து கொடுக்கற. 2-3 வருஷமா நானும். ஒரு நாளைக்காவது அண்ணன் ஊரு பொண்ணையாவது இங்க டான்ஸ் கிளாஸ் கூட்டிட்டு வந்திருக்காரா? இல்ல. அதுக்கு என்ன இப்போ? அதுக்கு என்னவா, இன்னைக்கு அதிசயமா ஒரு பொண்ணு கொண்டு வந்திருக்காரு. அதுவும் அவரோட சீனியரோட பொண்ணு. நீ நீ என்ன சொல்ற? அண்ணா, நீ செஞ்ச தப்புன்னு இல்ல, கரெக்டா தான் பண்ணிருக்க. எனக்கு கல்யாணத்துக்கு நாள் குறிச்சாச்சு. அம்மானால தனியா கிளாஸ் நடத்த முடியாது. உதவிக்கு ஆள் தேவை. கரெக்டான ஆளை தேடி பிடிச்சது. பாத்தியா? ஷு, பேசாம இருடி. அண்ணா, உன் செலக்ஷன் டாப். எனக்கு ரொம்ப பிடிச்சிருக்கு. நீ என்ன? நமஸ்காரம் பண்ணிக்கோ. உஷா, நீ கிளாஸ் எடு, நான் இதோ வரேன். ம், என்னடா பாக்குற? இல்லம்மா, நான் பேனா எங்க வச்சு மறந்து எங்க போச்சு? பேனா மெத்தைக்கு கீழே. ம், அல்ல, நான் அங்க. அனந்து, எங்கடா பார்த்து நடக்கிற? இல்ல தாத்தா, ஒண்ணும் ஆகல. ஆ, புரிஞ்சது. நனைஞ்சு. நீ ஆபீஸ் இல்ல, கிளம்பு. ஃபைல். சரிடா, நீ கிளம்பு. ஆமா, பெரிய ஆபீஸ். ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. ആർക്ക്? മൂർത്തി സാറിനോ? എങ്ങനെ? എപ്പോൾ? ആ, ശരി. മൂർത്തി സാറിന് ആക്സിഡന്റ് ആയിരുന്നു. ജോസ് ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു ടെമ്പോ വാൻ വന്നിടിച്ചാണത്രേ. ഇത്ര രാവിലെ ആവുമ്പോ അതാകാൻ വഴിയില്ല. ആ, ചിലപ്പോ ടെമ്പോ ഡ്രൈവർ അടിച്ച് ഫിറ്റായാലും മതിയല്ലോ. ചിലക്കേണ്ട തിരുനാവ് നടക്കി വെക്ക് കുറച്ചു നേരം. ടെമ്പോക്കാരൻ നിർത്താതെ ഓടിച്ചു പോയിന്ന്. എന്നിട്ട് സാറിന് കൈക്കും കാലിലും നെറ്റിയിലും നല്ല മുറിവുണ്ട്. പക്ഷെ പേടിക്കാനില്ലത്രേ. ഒടിവ് വല്ലതുണ്ടോ? എന്നാലും നല്ല കിണ്ണൻ ഇടിയായിരുന്നിരിക്കും. മൂക്കറ്റം കുടിച്ച് പിമ്പിരിയായി ഫുൾ ടാങ്കില് MG റോഡല്ല, ബോംബെയിലെ നരിമാൻ പോയിന്റും ഡൽഹിയിലെ കൊണാട്ട് സർക്കസും കൽക്കട്ടയിലെ എസ്പ്ലനേഡും 100 വട്ടം പുല്ലുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ടെമ്പോവൻ പോയിട്ട് ഒരു സൈക്കിൾ പോലും എന്റെ മേൽ മുട്ടിയിട്ടില്ല. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന് കരുതിയാ മതി. അതെ, ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്ന് കരുതി സമാധാനിക്കും മൂർത്തി സാറേ.
എവിടെ നമ്മുടെ തരകനെ കണ്ടില്ലല്ലോ? വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് പോരെയായിരുന്നു. ഡെസ്കിൽ ആരെങ്കിലും വേണ്ടേ? അയ്യോ, ഡെസ്കിൽ തരകൻ മാത്രമായാല് നാളത്തെ പത്രം മുഴുവൻ ചരമവാർത്തകളായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും തിരിച്ചല്ലേ? അധികം സ്ട്രെയിൻ ചെയ്യണ്ട. നെറ്റിയിലെ മുറിവ് ഡീപ്പാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അനന്തു പ്രസ് ക്ലബിലേക്കല്ലേ? ആ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കോളേജിലെ അറ്റൻഡർ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇവളൊരു കഴുത. അങ്ങനെ സ്ഥലം കാലിയാക്കാൻ മൂർത്തി ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ എത്തിക്കേണ്ടവന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അച്ഛനെല്ലാം തമാശയാണ്. മീനു വിഷമിക്കണ്ട. ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിരുന്നു. പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. മീനു ഇവിടെ ഒറ്റയ്ക്കല്ലേ? പകല് വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് ഉഷ ഇങ്ങോട്ട് അയക്കാം. നോ, ഇവിടെ മീനു തന്നെ അധികമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. താങ്ക്സ്. എക്സ്ക്യൂസ് മീ. ഹലോ മാഡം, എപ്പോ വന്നു? ഓ, നിങ്ങളോ? ഞാൻ പെട്ടെന്നൊരു പേഴ്സണൽ വിസിറ്റിന് വന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക്. എത്ര ദിവസം ഉണ്ടാവും? തീരുമാനിച്ചിട്ടില്ല. മേ ബി 1 day. ഞാൻ ബന്ധപ്പെടാം മിസ്റ്റർ അനന്തുവിനെ. അല്ല, ഞാനൊന്ന് കാണാനായിട്ട് അങ്ങോട്ട്. അനന്തു, ഹൈക്കമ്മീഷൻ വന്നു. മീറ്റിംഗ് നടക്കാറായി. I stand here before you, assigned with the pleasant and privileged responsibility of welcoming Dr. Rafael D. Saraf, the Australian High Commissioner to India, and respected Mrs. Helena Saraf. Dr. Saraf has had a meritorious and illustrious career and has made immense contributions in developing and increasing diplomatic and cultural ties with many other countries in the world. It is indeed in the fittest of things that Australia has selected Dr. Rafael Saraf as the High Commissioner to India because ഹലോ. ഹലോ, ഐ എം ഗായത്രി. the cultural, യെസ് മാഡം. എനിക്ക് അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണം. ഞാനിവിടെ ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷണറുടെ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നതാ. അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ? നോ, പോരാ. ഐ മസ്റ്റ് മീറ്റ് യു അർജന്റ്ലി. പ്ലീസ്, എനിക്ക് വല്ലാത്ത തിടുക്കമുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഹൈ കമ്മീഷണറുടെ പ്രസംഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് എടുക്കില്ല? 10 മിനിറ്റ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വിട്ട് കിട്ടാൻ എടുക്കും അത്രയും നേരം. പിന്നെ ആശംസക്കാർ 4 പേര് വേറെ. 1.25 മണിക്കൂർ കഴിഞ്ഞ് സാഹിബിന് നാമനക്കാൻ ചാൻസ് കിട്ടും. ഞാൻ ഉടനെ വരാം. ശരി. to all the commercial ventures of your country. യെസ്. വരൂ, ഇരിക്കൂ. ഈശ്വരനാണ് ഇന്ന് അനന്തുവിനെ എന്റെ മുമ്പിൽ എത്തിച്ചത്. എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാൻ വെമ്പുന്ന മനസ്സുമായി ഓടി വന്ന ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെക്കുറിച്ച് എഴുതണം. ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഗായത്രിയെക്കുറിച്ച്. മാഡം, ആ, എനിക്കൊരാളുടെ കപടമുഖം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാനുണ്ട്. മറ്റാരുടേതുമല്ല, എന്റെ തന്നെ. പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി. നോ, മിസ്സിസ് ഗായത്രി സുദേവൻ. ലോകം എന്നെ അംഗീകരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വിവാഹിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായി കഴിഞ്ഞിരുന്നു. സമ്പന്നമായൊരു കോവിലകത്താണ് ഞാൻ ജനിച്ചത്. ഇഷ്ടപ്പെട്ട അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ കോവിലകത്തിന്റെ വാതിലുകൾ എന്റെ നേർക്ക് കൊട്ടിയടച്ചു. വെറുമൊരു ഫാക്ടറി തൊഴിലാളിയാകേണ്ടി വന്ന ഭർത്താവ് രോഗിയായി തളർന്നു വീണപ്പോ അദ്ദേഹത്തിനും
3 വയസ്സുള്ള കുഞ്ഞിനും വേണ്ടി പണ്ടണിഞ്ഞിരുന്ന കാൽച്ചിലങ്കകൾ വീണ്ടും എടുത്തണിഞ്ഞു. നൃത്തപരിപാടികളിൽ നിന്നുള്ള വരുമാനം മാത്രമായി ആശ്രയം. അതിനിടയിൽ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരുകയായിരുന്നു. അദ്ദേഹത്തിന് ചിലവേറിയ ഒരു ഓപ്പറേഷൻ വേണ്ടിയിരുന്നു. പണം സ്വരൂപിക്കുവാൻ വേണ്ടി ഒരു സ്വകാര്യ നൃത്തപരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ കാണേണ്ടി വന്നത് ആ മൃതശരീരമായിരുന്നു. സ്വാഭാവിക മരണമല്ല, ആത്മഹത്യ. എന്നെ തോൽപ്പിക്കാൻ. പക്ഷെ ഗായത്രി തോറ്റില്ല. എന്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണമായിരുന്നു. എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി. നൃത്തകലയെ സ്നേഹിക്കുന്ന ഒരു കോടീശ്വരൻ. അയാൾ എന്നെ പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി ദേവിയാക്കി. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില. ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അയാൾ എന്നെ പല ഉന്നതന്മാർക്കും കാഴ്ചവെച്ചു. അനുസരിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി 10 മുഖങ്ങളും 10,000 കൈകളുമുള്ള ആ മനുഷ്യന്റെ ഞാൻ അറിയുന്ന പേര് രാംജി എന്നായിരുന്നു. രാംജി? അതെ അനന്തു, എന്റെ ജീവിതം തുറന്നു കാട്ടുന്നതിലൂടെ എനിക്ക് ആ മനുഷ്യന്റെ മുഖംമൂടിയാണ് പിച്ചി ചീന്തേണ്ടത്. പറയൂ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവുമോ? ഇറ്റ് ഡിപ്പെൻഡ്സ്. രാംജി അയാൾ ആരും ആകട്ടെ, വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ക്യാരക്ടർ അസാസിനേഷന് നിങ്ങൾ എന്നെ ഒരു ഉപകരണമാക്കുകയല്ലെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും? സ്റ്റോപ്പ് ഇറ്റ്. ഉപകരണമാക്കുകയോ? ഒരായുസ് മുഴുവൻ അയാളുടെ കയ്യിൽ ഒരു ഉപകരണമായി എല്ലാം ഹോമിച്ചവളാണ് ഞാൻ. ഐ ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. സോറി, ഞാനൊരല്പം ക്ഷോഭിച്ചു പോയി. ശരിയാണ്, അനന്ത് ചോദിച്ച ചോദ്യം ന്യായമാണ്. ഐ ഓവ് യു ആൻ ആൻസർ. അത് പറയാൻ എനിക്കൊരല്പം മനക്കരുത്ത് വേണം. ഡു യു ടേക്ക് ഡ്രിങ്ക്സ്? ഇല്ല. ബട്ട് ഐ നീഡ് വൺ വിത്ത് യുവർ പെർമിഷൻ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള പത്മശ്രീ ഡോക്ടർ ഗായത്രി ദേവി മദ്യപിക്കുമായിരുന്നില്ല, ഇല്ലേ? എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഒന്നു മാത്രമേ ആശിച്ചുള്ളൂ, എന്റെ കറുത്ത കഥകളൊന്നും അറിയാതെ ഇന്ദുമോൾ വളരണേന്ന്. ദൂരെ ഒരു കോൺവെന്റ് സ്കൂളിൽ ഞാൻ അവളെ ബോർഡിങ്ങിലാക്കി. എന്റെ മോള് മിടുക്കിയായിരുന്നു. 2 ആഴ്ച മുൻപ് എനിക്കൊരു ടെലിഗ്രാം കിട്ടി. കൂട്ടുകാരികളോടൊപ്പം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ എന്റെ ഇന്ദുമോൾ മുങ്ങി മരിച്ചു. ആശിക്കാൻ മാത്രമായിരുന്നു വിധി. ഞാൻ എന്നെ തന്നെ ശപിച്ചു. ബോംബെയിൽ തിരിച്ചെത്തിയതിൽ പിന്നെയാണ് എനിക്ക് ഈ കത്ത് കിട്ടിയത്. എന്റെ ഇന്ദുമോൾ മരിക്കുന്നതിന് മുൻപ് അവസാനമായി എനിക്ക് എഴുതിയ കത്ത്. എന്നെ നശിപ്പിച്ച, എന്റെ ജീവിതം ചവിട്ടി മെതിച്ച ആ മനുഷ്യൻ തന്നെ അവളെയും എന്റെ ഇന്ദുമോൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇനി പറയൂ, അയാളോട് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ? മാഡം പറയുന്നത് ചിലപ്പോൾ ക്രൂരമായിരിക്കാം, എങ്കിലും സമൂഹത്തിൽ സർവ്വസാധാരണമായ ഒരു ദുരന്ത കഥ എന്നതിനപ്പുറം ഒരു പത്രപ്രവർത്തകന്റെ താല്പര്യമുണർത്താൻ പോകുന്ന സാമൂഹ്യ പ്രസക്തി ഇതിലെന്താണുള്ളത്? രാംജി പിന്നീട് പലതുമായി.
ആ വളർച്ചയിൽ ഞാൻ അയാൾക്ക് വിലപിടിപ്പുള്ള ഉപകരണമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഉറക്കറ പങ്കിട്ട് അയാളുടെ ഇംഗിതത്തിന് എന്തും അടിയറ വയ്ക്കാൻ തയ്യാറായവരെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. മന്ത്രിമാർ, എംപിമാർ, MLA മാർ, IAS ഓഫീസേഴ്സ് അയാളുടെ താളത്തിന് തുള്ളി ആ കോമരങ്ങളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വായനക്കാരി ഞെട്ടും. Now tell me, ഇത് മതിയോ നിങ്ങളിലെ ജേർണലിസ്റ്റിനെ പ്രൊവോക്ക് ചെയ്യാൻ? മൈ ഗോഡ്. മദ്യത്തിന്റെ ലഹരിയിൽ അവരറിയാതെ ഈ നിമിഷങ്ങളെ ഫോട്ടോയിൽ പകർത്തിയത് റാംജിയുടെ ദീർഘവീക്ഷണത്തിന്റെ മിടുക്ക്. അവയുടെ കോപ്പി കൈവശം സൂക്ഷിച്ചത് എന്റെയും. കീപ് ദം വിത്ത് യു. എന്റെ കൈവശം ഇവയൊന്നും ഇനി സുരക്ഷിതമല്ല. ഐ നീഡ് യുവർ ഹെൽപ്പ് അൻപു. എനിക്കൊരു അരമണിക്കൂർ സമയം തരണം. താഴത്തെ ആ ഫംഗ്ഷൻ ഒന്ന് കവർ ചെയ്തു എന്ന് വരുത്തി ഞാൻ തിരിച്ചു വരാം. എനിക്കിനി ഒരുപാട് പറയാനുണ്ട്. എല്ലാം എനിക്ക് വിശദമായി കുറിച്ചെടുക്കണം. ധൈര്യമായിരിക്കൂ. ഈ പൊയ്മുഖങ്ങളെ വലിച്ചു ചീന്താൻ ഞാനും ഉണ്ട് കൂടെ. ഉടനെ വരാം ഞാൻ, അറ്റ് ദി ഏർലിയസ്റ്റ്. അനന്തു, കം ബാക്ക് ആസ് സൂൺ ആസ് യു ക്യാൻ. അതുവരെ രണ്ടു പേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിനു വേണ്ടി. റാംജിയുടെ രീതികൾ എനിക്കറിയാം. ഈ ചുമരുകൾക്ക് പോലും കാതുകൾ ഉണ്ടാവും. ഒന്നും അയാൾക്ക് അസാധ്യമല്ല. One good example is marine trade. I am overwhelmed by the response we have had in this country, and I assure you that I will endeavor my best to promote closer economic and cultural ties between our countries. I once again thank you for this opportunity and wish you all success. Thank you. കോക്ടെയിലും ഡിന്നറുണ്ട്. ഞാൻ അപ്പോഴേക്കും എത്താം. മിസ് ഗായത്രി ദേവി മാഡം ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തെന്നോ? യെസ്, ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. മിസ് ഗായത്രി ദേവി ഷീ ഹാസ് ജസ്റ്റ് നോ ചെക്ക് ഔട്ട്. എവിടേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞോ? ഷീ ഹാസ് ടു ലീവ് അർജന്റ്ലി. യുവർ ഗുഡ് നെയിം സർ? ഐ എം അനന്തു. ഓ, ഷീ ഹാസ് ലെഫ്റ്റ് എ മെസ്സേജ് ഫോർ യു. രണ്ടു പേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിനു വേണ്ടി.